സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. സോ ഗൈസ്, നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു കൊറിയൻ ഫേസ് പാക്ക് ആണ്. മുഖമൊക്കെ നല്ല മുഖത്തിൽ ടാൻ ഒക്കെ മാറി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി പറ്റുന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. സോ ഗൈസ്, ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ഫേസ് പാക്ക് ആണ്, ഞാൻ പറയുന്നില്ല. ഇത് വന്ന് എനിക്ക് കിടച്ചത് തമിഴ് ഫ്രണ്ട് കിട്ടിയാണ്. സോ ഗൈസ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. இந்த ഫേസ് പാക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം തമിഴ് അങ്ങനെ വശമില്ല, അതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ തന്നെ ഇത് തൈരുണ്ട്, അതല്ലേ ചോറിന് കൂട്ടാൻ വെച്ച തൈര് അതുണ്ട്. പിന്നെ നമുക്ക് പഴമുണ്ട്, പിന്നെ മുൾട്ടാനി മിൽട്ടി, മുൾട്ടാനി മിൽട്ടി, മുൾട്ടാനി മിൽട്ടി അല്ല, മൾട്ടാനി മിട്ടി. ഈ സാധനം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. അപ്പം മുഖം നമ്മുടെ മുഖത്തെ ടാനും കാര്യങ്ങളൊക്കെ മേടിച്ചു എന്നാണ് ഇതിൻ്റെ ഒരു ഇത്. നമുക്ക് സ്വകാര്യ നമുക്കിത് മിക്സ് ചെയ്യാം. മുൾട്ടാനിക്ക് വെറും 20 രൂപ ഉള്ളൂ ഗൈസ്. പൊട്ടിയില്ല. ചെറുതായിട്ട് നോക്കായോണ്ട് എന്നിട്ട് ഇത് ഇങ്ങനെ മിക്സ് ചെയ്യാം. കുറച്ച് മതി ഗൈസ്. ഒരു പാത്രമല്ല, കുറച്ച് പാത്രം തൈരിൽ കുറച്ച് മിൽട്ടാണിയും വെട്ടി നമ്മൾ മിക്സ് ചെയ്യുന്നു. കൂടിപ്പോയോ? കണ്ണിടയും കാമനട്ടം പക്ഷെ ചോറിൻ്റെ കൂടെ തിന്നുകയും ചെയ്യണം. ഇത്രയും തയ്യാറും ആവശ്യമില്ലേ. സോ ഗൈസ്, നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോൾ തൈര് നല്ല പൊളിച്ച തൈര് എടുക്കണം. എന്നാലും ഒരു നമ്മുടെ പുളി വായി പോയാലും നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. മിക്സാൻ പറ്റുക നല്ലപോലെ മിക്സ് ചെയ്യണം. കണ്ടോ, വേറെ മിക്സ് ചെയ്യണം. വേറെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ. മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, മുഖത്തായാലും ക്രീമൊക്കെ തേച്ചിട്ടുണ്ട്, അതൊക്കെ കഴുകി കളഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. രണ്ടും കൂടെ ഒരുമിച്ചുണ്ടാക്കില്ല. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ എടുത്ത് നേരെ മുഖത്തേക്കാം. പക്ഷെ അതിലൊരു ഇതില്ല ഗൈസ്. നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ള് മിക്സ് ആക്കിയിട്ട് ഈ പഴം കണ്ടോ, ഈ പഴം എടുക്കുക. എടുക്കുക, എടുത്തിട്ട് ഏതാണ് നോക്കുന്നത്, ഇത് മാത്രം മതി. അത് ആവശ്യം. തൈര് വിത്ത് മിക്സിങ് മുൾട്ടാനി മിട്ടി ആൻഡ് പഴത്തൊലി, ഇത് രണ്ടാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്കിന് ആവശ്യം. മുൾട്ടാനി മിട്ടി നല്ലപോലെ മിക്സ് ചെയ്യാം തൈരിൻ്റെ കൂടെ, നല്ല പുളിച്ച തൈരിൻ്റെ കൂടെ. ഇത് തന്നെ നമുക്ക് കണ്ണാടി ഒന്ന് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ പണി കാണും. ഗൈസ്, ഇപ്പോൾ നമ്മുടെ മുഖം ഫുള്ള് ടാനായിട്ടിരിക്കണം ഉണ്ടല്ലേ, ഇവിടെയൊക്കെ ടാൻ ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ തേച്ച് കഴിയുമ്പോൾ നമ്മൾ സുന്ദര കുട്ടപ്പനാവുന്നത് പറയുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നോക്കാം. ഒരു ദിവസം തേച്ചാലൊന്നും ഒന്നും ആവില്ല. ഇത് ആഴ്ചയിൽ 2 ദിവസം ഉണ്ടാക്കണം. അങ്ങനെ മാസത്തിൽ ഒരു 5 തവണ തേച്ചാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. അപ്പം എന്നാലും നമുക്ക് നോക്കാം, ചെറിയ ചേഞ്ചസ് ഒക്കെ വീട്ടിൽ നോക്കാം. ഇങ്ങനെ പഴം ഇങ്ങനെ അതിങ്ങനെ ഇതാക്കുക, എന്ത് ചെയ്യുക, ഇങ്ങനെ ഇട്ടത് ഉങ്ങളുടെ ഫേസിൽ ഇത് കൊണ്ട് അപ്ലൈ ചെയ്യുക. ഇത് കൊണ്ട് ബ്രൈറ്റനാ ഉങ്ങളെ സുന്ദരനാ മാറ്റിയിടും. നമുക്ക് ചില കൂടിപ്പോയി.
പഴത്തിൽ തിരുത്തുണ്ട് കൈ തൈരാണ്ട് പുളി ചെറിയ പുളിയൊക്കെ ഉണ്ട് അതൊന്നും കഴിയുന്നില്ല അങ്ങനെ മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്യാം ഇല്ല സിമ്പിൾ ഫേസ് ആക്കണം ആകെ വേണ്ടത് തൈരും പിന്നെ ഒരു മിൽട്ടാനി വെട്ടിയും ഒരു പഴത്തൊലി പഴം ഏത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണെങ്കിലും മതിയും തോന്നുന്നു ചെറുപഴത്തിൻ്റെ തന്നെ ആണ് എന്നാലും നമുക്ക് ആ സോഫ്റ്റ്നെസ് കിട്ടും ഇതിപ്പോ ഇത്ര ഉണ്ടാക്കിയത് പണിയായി guys. ബാക്കി ചോറിന് വിട്ടായിരുന്നു തൈര് കാര്യമില്ല വേറെ തൈര് വേണം എന്നിട്ട് ഇങ്ങനെ നോട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാം അപ്പടി വഴിയായി നമ്മുടെ ഈ തമിഴ് കിട്ട കേൾക്കണം എന്റെ ഫേസ് വാക്ക് എങ്കൊന്ന് കിടക്കണം എങ്കിരുന്ന് തമ്പി ഇത് കിടച്ചത് നമ്മള് ടാനൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ശരിക്കും ഇങ്ങനെ വരയ്ക്കണം തൊലി പോകുന്നവരെ വരയ്ക്കണം അതുപോലെ കണ്ണിന്റെ ആ സൈഡൊക്കെ ഇങ്ങനെ വരച്ചടിച്ച് വരയ്ക്കാം ഇങ്ങോട്ട് എന്ത് ചെയ്യാ ഒരു കോട്ടിങ് ശേഷം നെക്സ്റ്റ് കോട്ടിങ് തീർക്കണ്ട നെക്സ്റ്റ് കോട്ടിങ് എടുക്കുക ഇതങ്ങ് ഇട്ട് കഴിയുമ്പോൾ ആളങ്ങ് മാറും എല്ലാവരും ചോദിക്കും ഇതാ പ്രണവ് തന്നെയാണോ ചോദിക്കും അത്രയ്ക്ക് അടിപൊളി ഫേസ് വാക്കാണ് ഫേസ് അങ്ങനെ ഞാൻ പറയുന്നില്ല ഫസ്റ്റ് ടൈം അത് എങ്ങനെ അങ്ങനെയൊക്കെ എന്താ പറയുക എക്സ്പെരിമെൻ്റ് ആണ് യൂസ്ഫുൾ ആണോ അല്ലയോ എന്ന് നമുക്കറിയാം നാട്ടുകാരൊക്കെ കണ്ട് പേടിക്കുക അതന്നെയാ പ്രണവ ടീഷർട്ടൊക്കെ പോകും ഏകദേശം ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട് കൊന്നു വന്നില്ല അത് സിമ്പിൾ ഫേസ് വാക്കാണ് സിമ്പിൾ പറഞ്ഞാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അതെന്താണ് ഒരു പൊളിച്ച തൈരും ഒരു പഴത്തൊലി പിന്നെ ഒരു മിഠാനി വിറ്റും വെള്ളം വന്നു കഴിച്ചു പഴവന് കൊടുക്കല്ലേ കുടിച്ചാൽ മതിയായിരുന്നടാ സോ ഗൈസ് ഇപ്പൊ നമ്മള് ഫുള്ളി മുഖത്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചു നേരം ഉണക്കണം ഒരു അരമണിക്കൂർ വെച്ചിരിക്കണം എന്നിട്ട് ഉണക്കിയിട്ട് കഴിക്കണം അപ്പോൾ അറിയാം മുഖത്തെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് ഇത് ഒരു പ്രാവശ്യം തേച്ചാലൊന്നും ഒന്നും ആവൂല ആഴ്ചയിൽ 2 ദിവസം തേച്ച് വെക്കണം എന്നാലും എന്തായാലും മാറ്റം ഉണ്ടാവും ട്രൈ ചെയ്ത് നോക്കാം അരമണിക്കൂർ നമ്മള് മലയണ്ണാനെ അടിച്ചു വെക്കുന്ന പരിപാടിയില്ല മഞ്ഞം തെറ്റി നല്ല മഞ്ഞക്കുട്ടണ പോലെ ഉണ്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ വേറൊരു മനുഷ്യനായിരിക്കും ഗൈസ് കണ്ണിടയിൽ പിന്നെ കല്യാണം കറക്റ്റ് കിട്ടും ഇവിടെ കിട്ടടാ ഈ ഫേസ്ബുക്ക് ഈ ഫേസ് പാക്ക് നിങ്ങൾ വീട്ടിലിരുന്ന് മാത്രം അപ്ലൈ ചെയ്യുക ഹോസ്റ്റലിൽ ഇരുന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ പേടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വീട്ടിലിരുന്ന് മാത്രം ട്രൈ ഇവരെ നമ്മളെ മനസ്സിലാവുന്നുണ്ടോ നോക്കാം എടാ ആരാടാ എല്ലാവരും ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്യണം എന്ന് പറ വേണ്ടാന്ന്
അതാ അവൻ പറയുന്ന ട്രൈ ചെയ്യണം കേട്ടോ. അരമണിക്കൂർ തന്നെ നമ്മളിത് കഴുകിക്കളയുമ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും മാറ്റമുണ്ടോ, നമ്മളെ പറ്റിച്ചോന്ന്. പിന്നെ ഉണങ്ങണം. പുറത്തുനിന്ന് പോകുന്നവരൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. അതായത് അന്യഗ്രഹ ജീവി ഈ വീട്ടിൻ്റെ ഉള്ളിൽ വന്ന് കയറിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. നമുക്കല്ലേ അറിയുള്ളൂ, നമ്മൾ വെളുത്തിട്ട് പറയാനുള്ള പരിപാടിയാണ്. മൈക്കൽ ജാക്സൺ ആയിട്ടോ, മഞ്ഞ മൈക്കൽ ജാക്സൺ, യെല്ലോ മൈക്കൽ ജാക്സൺ. ഉള്ളൂലടാ, ഞാൻ കുറെ നോക്കിയതല്ലേ. ഇത്ര വലിയ മലയണ്ണാനെ കാണുന്നുണ്ടോ ഗൈസ്? നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളെ തേങ്ങ വന്നിട്ട് അതിനെ ഓടിച്ചു വിട്ടാ നമുക്ക് കുറച്ച് ഉണ്ടോ മലയണ്ണ എവിടെ? മലയണ്ണാൻ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണാൻ, നേരിട്ട് കാണാൻ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ തേങ്ങ മൊത്തം കഴിച്ചിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. ഓടിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു അരമണിക്കൂർ അവിടെ പോയിക്കും. എന്നിട്ട് കുറച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും വരും. ഉണ്ടല്ലേ ഇവൻ കയറി പോണോ നോക്കെ ഓട്ടാന്നറിയോ. എന്നിട്ട് ഇവിടുന്ന് ചാടി നേരെ ഇതിൽ തെങ്ങി കയറും. അവിടെ തേങ്ങ മൊത്തം കട്ട് വരും. അതാണ് ഇവൻ്റെ പണി. മലയണ്ണ നമ്മുടെ ഗസ്റ്റാണ് കേട്ടോ. ഇടയ്ക്ക് വരും, നമ്മളെ തേങ്ങ തിന്നും, നമുക്കിട്ട് പണി വരും, എന്നിട്ട് പോകും. കാണിച്ചു തരാം തേങ്ങേൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഇവിടെയുള്ള പല തേങ്ങയ്ക്കും മൂടില്ല. ലവം വന്നിട്ട് തിന്നുക, കരണ്ട പോവുക. ഉണ്ടോ പാട്ട് വേണം, പാട്ട് വേണം. ഉണങ്ങുന്ന വരെ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ചൊരു ഡാൻസ് കളിച്ച് അത് ചില കേട്ടോ. നക്കിൻ്റെ ഇടി അകലെ ഡാൻസ് കളിക്കടാ. മറ്റേ പുഷ്പ ഇറങ്ങിയത് കണ്ടില്ലേ? പുഷ്പം കണ്ടില്ല. എന്തുവാളാ എന്തുവാ അയ്യോ എല്ലാം പാട്ട്. ഞാൻ വിട്ടിട്ട് പോവേ കേട്ടോ, വിട്ടിട്ട് പോവും നോക്കി കഴിഞ്ഞാ. അവളെ മനസ്സിലായില്ലേ? പുഷ്പ കിട്ടിയ പുഷ്പ കുഴപ്പമില്ല. എന്തുവാ അവളെ മനസ്സിലായില്ലേ? മൈക്കൽ ജാക്സൺ സ്റ്റെപ്പ് കിടോ ഏട്ടാ സ്റ്റെപ്പ് ഇട്ടാ മൈക്കേ. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി 2 സ്റ്റെപ്പ് ഇട്ടാ ഇടേ. ഇടേ താങ്ക് യു. ഇത്ര നേരം സഹായിച്ചതിൽ നന്ദിയുണ്ട്. ഉണങ്ങി വരുന്നുണ്ട്. ഏകദേശം ഉണങ്ങി. കുറച്ചും കൂടെ ഇവിടെ ഉണങ്ങി. ഇതുപോലെ ഇവിടെയൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി കളയാൻ പാടുള്ളൂ. സോ ഗൈസ്, ഇതേപോലത്തെ സ്കിൻ കെയർ വീഡിയോസൊക്കെ ആണെങ്കിൽ കമൻറ്റ് കറോ ഗൈസ്. കൂടുതൽ വീഡിയോയിൽ നമ്മൾ സ്കിൻ കെയർ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ബൈ. സോ ഗൈസ്, ആഫ്റ്റർ ഒരു മണിക്കൂർ സാധനം ഉണങ്ങിയിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ നമുക്കിതിന് കഴുകിയിട്ട് വരാം, എന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ ഗൈസ്, നമ്മളെ സാധനമൊക്കെ കഴുകി കളഞ്ഞു. അപ്പോൾ അത്യാവശ്യം ടേണും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നിങ്ങളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ ഗൈസ്. ഞാൻ ഒറ്റ യൂസ് ചെയ്യുള്ളൂ. ഇനി 2 ഡേയ്സ് യൂസ് ചെയ്തിട്ട് ചേഞ്ചസ് ഒക്കെ ഞാൻ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ
പറയൂ ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്.